ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു നജീദാസ് കിച്ചൻ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തിയായ ഒരു മിക്സഡ് ദാൽ ഫ്രൈ ആണ്. നല്ല ഹെൽത്തിയായ ഒരു സാധനമാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് മിക്സഡ് ദാലാണ്. എല്ലാ ടൈപ്പ് ദാലുകളും എടുക്കാം. നമുക്ക് മൈസൂർ പരിപ്പ്, തോരൻ പരിപ്പ്, പച്ചപ്പയർ, കടല, മമ്പയർ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമില്ല എല്ലാ ദാലുകളും എടുക്കാം. പിന്നെ ഈ 3 എണ്ണം നമുക്ക് തലേ ദിവസം തന്നെ വെള്ളത്തിൽ ഊറാനിടണം. എന്നാലും രാവിലെ ആകുമ്പോഴേക്ക് നല്ല കുതിർന്ന് കിട്ടും. എന്നിട്ട് എല്ലാ ദാലുകളും നന്നായിട്ട് മിക്സാക്കി കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിൽ വേവിക്കാനിടാം. അതിന് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം കുറച്ച് എടുത്താൽ തന്നെ അത് എല്ലാം ഒന്നിച്ചാകുമ്പോൾ നമുക്ക് കുറച്ച് അധികം ക്വാണ്ടിറ്റി തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് അളവ് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി. പിന്നെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇനി ഇത് വേവിക്കാൻ വയ്ക്കാം. ഒരു 3-4 വിസിൽ ആവുന്നവരെ നമുക്ക് വേവിക്കാം. 4 വിസിൽ വന്ന് കുക്കർ ഓഫാക്കി അതായത് സൈഡിലെടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ഒരു പാനിൽ ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ, ബട്ടർ ഇടാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബട്ടർ ഇടാം. ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ കുറച്ച് ജീരകം, ചെറിയ ജീരകവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ബട്ടറിൽ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ചെറുതായിട്ട് മുറിച്ച് ഓനിയൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 5-6 പച്ചമുളക്, എരിവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വാടി വരണം. അതുവരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല വാടി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് നമുക്ക് ഉപ്പ് ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായി വേഗം വാടിക്കിട്ടും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയും 3 ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഓൾറെഡി ദാൽ വേവിക്കുമ്പോൾ ഞങ്ങൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അതിന് അനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 2 വലിയ തക്കാളിയാണ് യൂസ് ആക്കിയിരിക്കുന്നത്. അത് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. നല്ലോണം തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് നല്ല വെന്തിട്ട് വരണം. അത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തക്കാളിയെല്ലാം നല്ല വെന്ത് വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഇളക്കി കൊടുക്കാം. ഞങ്ങൾക്ക് അത് കുറച്ച് നേരം മൂടി വയ്ക്കാം. തക്കാളിയെല്ലാം നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഉടച്ച് കൊടുക്കുക. നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ദാലെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ദാലെല്ലാം ദാല് അതിൽ മിക്സാക്കി കൊടുക്കാം. എല്ലാ ദാലൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാ ദാലും നല്ലോണം മിക്സാക്കിയിട്ട്
നല്ല മിക്സാക്കി കൊടുക്കുക. അതായത് ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇത് റൈസിനും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം പോലെ ആക്കിയാലും മതി. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിക്കുക. അതിൽ കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കാശ്മീരി ചില്ലി പൗഡറാണത്. അത് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ഹൈ ഫ്ലെയിമായാൽ കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണം. കുറച്ച് ജീരകം പൊടി, പിന്നെ കുറച്ച് ഇങ്ക്, ഇത് മൂന്നും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് കരിയാപ്പിലയും വറ്റൽ മുളകാണ്, അതും കൂടി ഒന്ന് നന്നായിട്ട് ആഡാക്കി കൊടുക്കുക. എന്നിട്ട് അത് ദാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സാക്കുക. നമ്മുടെ ദാൽ ഫ്രൈ റെഡിയായി. ഇനി നമുക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. റെഡിയായി. ഈസി റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.